പെട്ടെന്ന് ഒരു ഭൂമി ഉരുക്കമുണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ കയറി ഇരുന്നു. വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെളുത്തിരുന്നു. കാവൽക്കാർ ഭയന്ന് വിറച്ച് മരിച്ചവരെ പോലെയായി. മാലാഖ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് അറിയാം. ഈശോ ഇവിടെ ഇല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈശോ ഇവിടെ ഇല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. പഴയ പോലെ മരത്തിലിരുന്ന് കഥ പറഞ്ഞു തരാൻ മാലാഖയൊന്നും ഇത്തവണ ഇല്ല. ഇത്തവണ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നത് ഞാനാണ്, നിങ്ങളുടെ യോഹന്നാൻ. എല്ലാവരും ഉറക്കൊക്കെ കളഞ്ഞ് ഈശോയുടെ ഉയർപ്പിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കാനല്ലേ. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഉയർപ്പ് മാത്രം കണ്ടുപോയാൽ മതിയോ? അതിന് പിന്നിൽ നടന്ന കുറെ സംഭവങ്ങളില്ല, അതൊക്കെ നമ്മൾ അറിയണ്ടേ. ഓ, ഞങ്ങളുടെ ഇവിടെ അത്താഴത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ബൈബിളിലും പള്ളിയിലും മാത്രം കേട്ട അന്ത്യത്താഴത്തിന്റെ കഥയല്ലേ നിങ്ങൾക്കറിയുള്ളൂ. അതെങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്കറിയുള്ളൂ. ഞങ്ങൾ എന്നും അവനോടൊപ്പം ഭക്ഷിക്കാറും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മാത്രം സംഭവിച്ചത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പക്ഷെ അവൻ ആദ്യം പോയത് ഭക്ഷണമേശയിലേക്കല്ല. അവൻ ഞങ്ങളെ രണ്ട് വശങ്ങളിലായിട്ട് ഇരുത്തി ഞങ്ങളുടെ കാലുകൾ കഴുകി. അത് കഴിഞ്ഞ് ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, ഇതു നിനക്കായി, ഇനിയും നിനക്കായി. വെറും വാക്കല്ലിതാഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. വെറും വാക്കല്ലിതാഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. തിരികെ വേണ്ടുന്നു ഈ തിരിച്ചറിവുകളല്ലാതെ, ഇതു നിനക്കായി, ഇനിയും നിനക്കായി. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നേ ഇല്ല. അങ്ങ് ഞങ്ങളോട് ഇതിനു മുമ്പ് ഇനിയൊന്നും സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പെസഹ ഒരു ബലിയാണ്, പക്ഷേ ഈ ബലിയുടെ അവസാനം ഇവിടെയല്ല. അങ്ങനെ മൂന്നാമത്തെ കപ്പിൽ വീണ് ഓടിച്ച് ഞങ്ങൾ ഒലിവുമലയിലേക്ക് പോയി. ഈ പെസഹായിൽ ആ ബലി പൂർത്തിയാക്കപ്പെട്ടില്ല, പക്ഷെ അത് പൂർത്തീകരിക്കപ്പെട്ടു. അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയും. അത് രക്തം വാർന്നിട്ടല്ല, രണ്ട് കൈകളും വലിച്ച ആണിയടിക്കും. ശരീരത്തെ താങ്ങി നിർത്തേണ്ട നമ്മുടെ രണ്ട് കാലുകളും വലിച്ചു കിട്ടും. ഇങ്ങനെ വലിഞ്ഞു മുറുകിയ ശരീരത്തിൽ ഒരു തരി ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ അയാൾ മരണത്തിന് കീഴടങ്ങി. എന്ത് ക്രൂരമാണ് അവസ്ഥ. പക്ഷെ ആ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോഴും ഈശോ കുരിശി കിടന്നുകൊണ്ട് രണ്ട് വരികൾ പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു.
കലർന്ന് രുചിച്ച ആ വീഞ്ഞിൽ പെസഹ അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജീവിച്ചിരുന്നപ്പോൾ ഈശോ പറഞ്ഞിരുന്നു. അവന്റെ ജീവിതം ആ വാക്കും സത്യമാണെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തായി അന്വേഷിക്കുന്നത്? നസ്രായനായ യേശുവിനെ. നിങ്ങൾ അന്വേഷിക്കുന്നയാൾ ഇവിടെയില്ല, അയാൾ ഉയർപ്പിക്കപ്പെട്ടു. ശരിക്കും ശരിക്കും എന്താ സംഭവിച്ചേ? യേശുവിന്റെ കല്ലറയ്ക്ക് ശക്തമായ കാവലാണ് അവർ ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ